ഇന്ന് ടെക് വീഡിയോസ് ഇല്ല, വേറൊരു ട്രാക്ക് കൂടെ പിടിച്ചാലോ എന്ന് കരുതി. കാരണം ടെക് വീഡിയോസ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ആഴ്ചയിൽ ഒരു വീഡിയോസൊക്കെ അപ്ലോഡിന് സാധിക്കും. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യം ഉണ്ടാകും തോന്നുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഓക്കെ, ബി റോൾ എടുക്കാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ബി റോൾ എടുത്ത് ഇതിങ്ങനെയാണ് എടുത്തത്, ഇങ്ങനെ എടുക്കാം, അങ്ങനെ കാണിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് ഫുഡാണ് കാണിക്കുന്നത്. ഫുഡ് വേറെ വല്ലതാണെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, മെയിൻ ഫുഡ് ആക്കാം. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയാൽ പിന്നെ അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വരില്ല. അങ്ങനെ നിങ്ങൾ കഴിച്ചിലാകണ്ട. അങ്ങനത്തെ അടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ എന്തായാലും അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് വേണോ വേണ്ടെന്ന്. വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖം. ഓക്കെ, വേഗം വീഡിയോയിലോട്ട് എടുക്കാം. വെൽക്കം ബാക്ക് ടെക് വ്ളോഗ്. ഓക്കെ, ഇന്ന് ബി റോൾ എടുക്കാൻ പോകുന്നത് നൂഡിൽസിൻ്റെ ഒരു ബി റോളാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പുറത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പരാതിയാണ്. ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ടാകും. ഓക്കെ, ആദ്യം തന്നെ സബ്ജക്റ്റ് വെച്ച് എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ചെയ്തെടുക്കണം. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈലാണ്. ടൈലിൻ്റെ മുകളിലാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലൈറ്റാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ലൈറ്റൊക്കെ യൂസ് ചെയ്ത് ആ ഒരു ഫ്രെയിം ഭംഗിയാക്കി എടുക്കാൻ പറ്റിയ രൂപത്തിലൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഞാൻ ഈ റൂമിൽ തന്നെ 2 ലൈറ്റ് വരുന്നുണ്ട്. അതിൽ ഒരു വൈറ്റും ഒരു വാമുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ് ടോപ്പിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വാം ലൈറ്റ് സബ്ജക്റ്റ് ഒന്ന് ലൈറ്റപ്പ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് 2 ഷോട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നോർമലായിട്ടൊരു ഷോട്ടിൽ കൈ കൊണ്ട് പിക്ക് ചെയ്യുന്നതും, രണ്ടാമത്തെ ഷോട്ട് കൈ ഫോക്കസ് ചെയ്ത് മൂവ്മെൻറ്റ് ചെയ്ത് പിക്ക് ചെയ്യുന്നതാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ 2 ഷോട്ടിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്യുകയാണ്. ഇപ്പം 4 ക്ലിപ്പായിട്ടുണ്ട്. ഈ 4 ക്ലിപ്പിനും 1 2 3 4 നമ്പർ എടുത്തിട്ടുണ്ട്. ഈ 4 ക്ലിപ്പും ഇനി ഒന്നാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് 1ാമത്തെ ക്ലിപ്പ് എടുത്തിട്ടു, ഇനി 3ാമത്തെ ക്ലിപ്പ് എടുത്തിട്ടു, ഇനി 2ാമത്തെ ക്ലിപ്പ് എടുത്തിട്ടു, ഇനി 4ാമത്തെ ക്ലിപ്പ് എടുത്തിട്ടു. ഓക്കെ, ഇതുപോലെയാണ് ഫസ്റ്റത്തെ 2 ഷോട്ട് എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ഷോട്ടും ഞാൻ പറയുന്നില്ല, ഫുള്ളായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ഷോട്ടുകൾ എന്തെങ്കിലും പറയാനുള്ളൂ. ഓക്കെ, അടുത്തൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു കോഴിമുട്ട പൊട്ടിക്കുന്നൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ കേക്കിലൊന്ന് മുട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ കേക്കിൽ കത്തി വാളോ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. അതായത് കോഴിമുട്ട പൊട്ടിക്കുന്നത് വരെ ഇവിടെ ഒന്ന് പോസായി നിൽക്കും. അതായത് നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിക്കും. അപ്പോൾ ഇതുവരെ ഒന്ന് ആക്ഷൻ ഇട്ടതിന് ശേഷം പോസായി നിൽക്കും. അതുവരെ ഒരു സൈഡിൽ നിന്ന് ക്യാമറ കൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടാകും. ആ പോസായി നിൽക്കുന്ന ആ സമയം നമ്മൾ ആ ക്യാമറ ഫ്രണ്ടിലോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. അതിന് ശേഷമാണ് മുട്ട പൊട്ടിക്കുന്നതല്ല ആക്ഷൻ ഇടുന്നുള്ളൂ. പൊട്ടിക്കുന്നത് വേറെ ഷോട്ടാണ്. ഇങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളം നന്നായിരിക്കണമെന്ന് അറിയില്ല. പിന്നെ ഈ എടുക്കുന്ന ഷോട്ടുകളൊക്കെ നമ്മൾ സ്റ്റെബിലൈസേഷൻ ചെയ്യും. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. കുറേ പേർക്ക് അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ കമൻറ്റ് ഇടുക, നമുക്ക് അടുത്ത വീഡിയോയിൽ അതും ചെയ്യാം. ഓക്കെ, ഇനി എന്തായാലും ബി റോൾ എന്നൊക്കെ പേരിട്ട് വിളിച്ച അത്രയും തള്ളി വെച്ച ആ വീഡിയോ ഒന്ന് കാണാം. ഇനി പറയാനുള്ളത്, നിങ്ങളൊരു ടാബിൽ വെച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു മൂലയിൽ ഒരു ഫില്ലറിനെ അടുപ്പിച്ചോ സെറ്റ് ചെയ്യരുത്. മാക്സിമം ഒരു സെൻറ്ററിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ടാബിലിന് ചുറ്റും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ പല ആംഗിളും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഓപ്പോസിറ്റ് ഫില്ലർ ആയതുകൊണ്ട് എനിക്ക് എടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകളിലോട്ട് വന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ